അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ? അപ്പോൾ നമ്മളിവിടെ സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഫാദുക്കുട്ടിയിൽ നിന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാനൊക്കെ പോകണം കേട്ടോ. രാവിലെ എല്ലാ ഫൈസിനെ സ്കൂളിൽ വിട്ടിട്ട് പോകണം. പിന്നെ ഇന്ന് ശിശുദിനായിരുന്നു. അപ്പോൾ അംഗനവാടിയിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ദിവസമായപ്പോൾ അവൾ ദിവസങ്ങളല്ല മാസങ്ങളായി കണ്ണിൽ ആ ഒരു പ്രശ്നം വന്ന് പിന്നെ അങ്ങനെ പോയിട്ടില്ല കേട്ടോ അംഗനവാടിയിൽ. പിന്നെ അത് മാറിയപ്പോഴത്തേക്കും പനി ചുമയൊക്കെതായി, അതുകൊണ്ട് കുറേ ആയി, ഏകദേശം ഒരു 2 മാസമൊക്കെ ആയ ആൾ അംഗനവാടി പോയിട്ട്. അപ്പോൾ അവരുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ അംഗനവാടി എഴുതിയിട്ട് ഞാൻ പോകുന്നതാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇല്ല എന്ന് പറയാൻ കേട്ടോ. അപ്പം പിന്നെ രാവിലെ നമ്മൾ ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ള ആദ്യം ചട്നി ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് ചട്നി ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ, കാരണം രാവിലേക്ക് മാത്രം മതിയല്ലോ, തുള്ളി മതി. പിന്നെ ഫാദുക്കുട്ടി പിന്നെ അധികം അങ്ങനെ ചട്നിയും കാര്യങ്ങളൊന്നും കഴിക്കൂല കേട്ടോ. ഒരു തുള്ളിയൊക്കെ കൂട്ടി കഴിക്കാന്നല്ലാതെ ഫൈസി കുട്ടിയാണെന്നുണ്ടെങ്കിൽ ചട്നി ഒരുപാടൊന്നും കൂട്ടില്ല. മീൻകറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവന് 2-3 ആൾക്കാർക്ക് കഴിക്കാനുള്ളതൊക്കെ അവന് ഒരുമിച്ച് ചോദിക്കും കേട്ടോ മീൻകറി. പക്ഷേ ചട്നിയൊക്കെ ആൾ കുറച്ച് കഴിക്കുള്ളൂ കേട്ടോ. പിന്നെ ഇന്നലത്തെ മീൻകറി ഇല്ല, ഇത് കുറേ 2-3 ദിവസം മുന്നേ എടുത്തുള്ള വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ ചെറിയ ഒരു ഇതുണ്ടാവും, അല്ലാതെ എന്തായിരുന്നു എന്നൊരു ചെറിയ ഓർമ്മ കുറവൊക്കെ ഉണ്ടാവും. അങ്ങനെ ഞാൻ തീ കത്തിച്ചപ്പോൾ അടുപ്പിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇഡ്ഡലി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫാദുക്കുട്ടി നീച്ചിട്ട് നീച്ച് വന്നിട്ടുള്ളൂ കേട്ടോ. ആൾക്ക് നല്ല ചുമയാണ് രാത്രി. അപ്പോൾ നമ്മൾ ഹാരിസ് ഡോക്ടറെ മരുന്നാണ് കൊടുക്കുന്നത്, ഇപ്പോൾ മണ്ണാർക്കാടുള്ള. അപ്പോൾ അവിടെ നമ്മൾ ഒരു വട്ടം കാണിച്ച് 2ാം വട്ടം ചെല്ലാൻ പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഇതാ പാലെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഓളുണ്ട്, ഫസ്റ്റ് ഇല്ല പറഞ്ഞു, പിന്നെ ഉണ്ട് പറഞ്ഞപ്പോൾ എന്നാൽ ശരി ഓളോട് കൂട്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാലിലൊന്ന് ചാരിയിട്ട് അങ്ങനെ പാലെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇത് 10 മണിയാകുമ്പോഴത്തേക്കും എല്ലാ പണികളും തീർത്തിട്ട് വേണം നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാനും വേണ്ടിയിട്ട്. കറണ്ട് വരുന്നതിന് ഏത് സമയത്താണെന്ന് പറയാൻ പറ്റൂല. അങ്ങനെ ഇതാ പാലൊക്കെ എടുത്ത് വന്നു കേട്ടോ. ഓളിതാ പുറത്ത് സിറ്റൗട്ടല്ല സ്റ്റെപ്പിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചട്നി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലി അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ പോയത് പാലെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വന്ന പാടെ വേഗം ഒന്ന് നമ്മുടെ ചട്ടി വെച്ചിട്ട് നമ്മുടെ ചട്നി ഒന്ന് കടുക് പൊട്ടിച്ച് ഒഴിക്കുകയാണ് കേട്ടോ. കടുക് പൊട്ടിച്ചിട്ട് ഈ ഒരു ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. ചട്നി ഇങ്ങനെ ചൂടാക്കാറില്ല ഇവിടെ, കൂടുതൽ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. അപ്പോഴത്തേക്ക് നമ്മുടെ ഇഡ്ഡലിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലി പിന്നെ പെട്ടെന്ന് എന്ത് കിട്ടുമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ആവ് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഇഡ്ഡലി നല്ല സെറ്റപ്പായിട്ട് കിട്ടും. അങ്ങനെ ഇഡ്ഡലി എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു പാത്രത്തിലേക്ക് ഒന്ന് തട്ടി മാറ്റം. അത് മാറ്റിയിട്ട് പിന്നെ അടുപ്പത്ത് തന്നെ വേണം നമുക്ക് ചോറ് വെക്കാനും. പിന്നെ മീനുണ്ട്, അതും നന്നാക്കി വെക്കണം. കറി വെക്കാനൊക്കെ വിചാരിച്ചു, പക്ഷേ പിന്നെ ടൈം കിട്ടിയില്ല. അപ്പോൾ പിന്നെ നന്നാക്കി വെച്ചിട്ടാണ് പോയത് കേട്ടോ. പിന്നെ നമ്മുടെ ഫൈസിക്കുട്ടി മദ്രസക്ക് വയ്ക്കാൻ കേട്ടോ വന്നിട്ടില്ല. പിന്നെ ഇന്ന് കളർ ഡ്രസ്സാണ് സ്കൂളിൽ. പിന്നെ യൂണിഫോം ഒന്നും തേക്കേണ്ട ഒരു പണിയൊന്നുമില്ല. ഇന്ന് മറ്റേ ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ട് എന്താ പറയുക, കുട്ടികൾക്ക് കളർ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ അവന് ഫസ്റ്റ് ഒരു കളർ ഡ്രസ്സ് ഇട്ടു. പിന്നെ നമ്മൾ വീണ്ടും മുന്നത്തെ കുട്ടീനെ ഇപ്പോൾ ഫൈസിൻ്റെ സ്കൂളിലാണ് ചേർത്തിട്ടുള്ളത്. ആദ്യം വേറൊരു സ്കൂളിലായിരുന്നു. അപ്പോൾ അവൾ വെള്ള ഒരു ജുബ പോലത്തെ സംഭവം ഇട്ട് നിൽക്കണ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും അത് മതി പറഞ്ഞിട്ട് ആദ്യം പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് പിന്നെ വെള്ള ജുബയാണ് കേട്ടോ മൂപ്പർ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ചിൽഡ്രൻസ് ഡേക്ക് കുറേ പേര് വെള്ളമായിരിക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അതന്നെ ഇട്ട് കൊടുത്തു. നബിദിനത്തിന് മദ്രസയിൽ പാടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചാണ് കേട്ടോ ഒരു വെള്ള ജുബയും അതുപോലെ തന്നെ പാൻറ്റും. അപ്പോൾ പാൻറ്റ് വെള്ളമായിട്ടില്ലൊക്കെ പാടെ വെള്ളമാവേണ്ട വിചാരിച്ചിട്ട് ജീൻസിൻ്റെ പാൻറ്റും ആ ഒരു വെള്ള ജുബയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അങ്ങനെ ഇഡ്ഡലി കാര്യങ്ങളൊക്കെ വെന്തു എല്ലാം ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചൊന്ന് ചൂടാറിയ ശേഷം തട്ടി കഴിഞ്ഞാൽ ഇഡ്ഡലി നല്ലോണം കിട്ടും കേട്ടോ. അതൊക്കെ ചൂടോടെ ഇങ്ങനെ പാത്രത്തേക്ക് തട്ടി കൊടുക്കായിരുന്നു കേട്ടോ. അപ്പോൾ പകുതി ഇഡ്ഡലി അവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞ ശേഷം ഒരിത്തിരി വെള്ളമാക്കിയിട്ട് ഇഡ്ഡലി നമ്മളിങ്ങനെ ഇതേപോലെ സ്പൂൺ കൊണ്ടൊക്കെ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇളകാതെ തന്നെ കിട്ടും കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഞാൻ ഒരു തട്ടേ ഉണ്ടാക്കുന്നുള്ളൂ, ഇതന്നെ മതിയാവും. അപ്പോൾ അത് കുട്ടി 1 കഴിക്കുള്ളൂ. പിന്നെ പൈസക്കുട്ടി 2-3 കഴിക്കും. ഞാനൊരു 3 കഴിക്കും, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാനൊരു പുൽസയും കൂടി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. 2 ഇഡ്ഡലിയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ അതും പിന്നെ കുറച്ചും കൂടി വിശക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പുൽസയും കൂടി ഉണ്ടാക്കി. പിന്നെ ചായ വെച്ചിട്ടുണ്ടായിരുന്നു. ചായ ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ചായ എത്ര സ്കിപ്പ് ചെയ്യാൻ നോക്കിയാലും ചില സമയത്ത് കുടിക്കും, ചില സമയത്ത് കുടിക്കില്ല, അങ്ങനെയാണ് കേട്ടോ. കുറേ വിചാരിക്കും കുടിക്കണ്ടെന്ന്, പക്ഷെ എന്തോ കടീൻ്റെ കൂടെ ഒരു ചായ ഇങ്ങനെ കുടിച്ച് ശീലമായതുകൊണ്ട് നമുക്കത് പെട്ടെന്നൊന്നും മാറ്റാൻ പറ്റില്ലല്ലോ. ആദ്യം ചിലപ്പോൾ 1/2 ഗ്ലാസ് ഒക്കെ എടുക്കും കേട്ടോ, ചിലപ്പോൾ എടുത്ത ചായ കുടിക്കില്ല, അങ്ങനെയൊക്കെയാണ്. ഇന്നിപ്പോൾ ഞാൻ 1/2 ഗ്ലാസ് കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇഡ്ഡലിയും പുൽസയും ചട്നിയും പിന്നെ നമ്മൾ കുറച്ച് ഇഡ്ഡലിപ്പൊടി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഒരു വട്ടം ബ്രാഹ്മിൻസ് ഇങ്ങനെ മാവൊക്കെ അരച്ചു കൊടുക്കുമല്ലോ, അപ്പം മാവ്, ദോശ മാവ്, ഇഡ്ഡലി മാവൊക്കെ. അങ്ങനെ അവരുടെ അടുത്ത് നിന്ന് ഒരു വട്ടം ഞാൻ ഇഡ്ഡലി മാവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് കിട്ടിയതാണ് കേട്ടോ ഈ ഒരു ഇഡ്ഡലിപ്പൊടി. നല്ല
അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ശരിക്കും ചട്നി ഒന്നും ഉണ്ടാക്കാൻ ടൈമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഇഡ്ഡലി പൊടിയിൽ കുറച്ച് വെളിച്ചെണ്ണ മാത്രം ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൽ കൂട്ടി ഇഡ്ഡലി കഴിക്കാൻ പൊന്നോ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറേ പേര് വീട്ടിലൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇഡ്ഡലി പൊടി, പക്ഷെ ഞാനിത് ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷേ ഇത് ഭയങ്കര ഇഷ്ടമായി എനിക്ക്. ഇത് മാവ് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഫ്രീ കിട്ടിയതാണെന്ന് തോന്നുന്നുണ്ട്, എനിക്ക് ഓർമ്മയില്ല കേട്ടോ കറക്റ്റായിട്ട്, ഇനി പൈസ ഉണ്ടോയെന്ന് അറിയില്ല. അങ്ങനെ ഇഡ്ഡലി കാര്യങ്ങളൊക്കെ ഇതാ കഴിച്ചു കേട്ടോ. നമ്മൾ ഫാദുക്കുട്ടി അപ്പുറത്തെ ചേച്ചീൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ ഈ ഒരു ടൈമിലൊക്കെ. അവളിടയ്ക്ക് അങ്ങോട്ട് പോകും കേട്ടോ, പിന്നെ ചിലപ്പോൾ വരില്ല, പിന്നെ കുറേ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വരിക. അങ്ങനെയൊക്കെയാണ്, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോയി കളിക്കാൻ. അവിടെ കുട്ടികളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആൾ പോകും കേട്ടോ. പിന്നെ അതാ പാത്രങ്ങളുണ്ടായിരുന്നു കുറച്ച് കഴുകാൻ, ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് വേഗം കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ടൊന്ന് അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തുടക്കണം എന്ന് വിചാരിച്ചു, പക്ഷേ അതിന് ടൈം കിട്ടിയില്ല. പിന്നെ നമുക്ക് ഒക്കെപ്പാടെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ബസ് എല്ലാം ചെയ്ത് വെച്ചിട്ട് പോകണം. എന്താണെന്ന് വെച്ചാലേ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ നമുക്ക് കറക്റ്റ് ടൈമിൽ വരാൻ പറ്റില്ലല്ലോ. പിന്നെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു ചെറിയൊരു ക്ഷീണം ഉണ്ടാവും വെയിലത്ത്, പ്രത്യേകിച്ച് എനിക്ക് പോയി വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ പണിയും ചെയ്ത് തീർത്തിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വന്നാൽ വെറുതെ റെസ്റ്റ് എടുത്താൽ മതിയല്ലോ. അത് പറഞ്ഞിട്ടാണ് കേട്ടോ അങ്ങനെ എല്ലാം ചെയ്ത് വെച്ചിട്ട് പോകുന്നത്. പിന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈ പണികളൊക്കെ കാണുമ്പോഴും ആകെ ഒരു എന്തൊക്കെയോ പോലെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാ പണിയും ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് സമാധാനത്തോടെ വീട്ടിലേക്ക് വരാമല്ലോ. അങ്ങനെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിലേക്ക് അരിയൊക്കെ ഒന്ന് കഴുകിയിട്ടിട്ടുണ്ട് കേട്ടോ. അരി ഇട്ടിട്ട് വേണം നമുക്ക് തിരുമ്പാൻ വേണ്ടിയിട്ട് പോകാൻ, കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പം അതൊന്ന് കൈയോടെ വേഗം തിരുമ്മിട്ട് കഴിഞ്ഞാൽ പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ കല്ലിൻ്റെ അവിടെ ഭയങ്കര വെയിലായിരിക്കും. ആ ഒരു വെയിൽ ശരിക്കും മാറണമെങ്കിൽ ഒരു 5 മണിയൊക്കെ ആവും കേട്ടോ. എത്ര മണി വരെ വെയിലുണ്ടോ 3 മണി വരെ അവിടെ നല്ല വെയിലായിരിക്കും. അങ്ങനെ തുണികളുടെ ബക്കറ്റൊക്കെ പുറത്തായിരുന്നു, അപ്പം ഞാനിത് ഇവിടെ ഇങ്ങനെ വെച്ചതാണ് കേട്ടോ. അങ്ങനെ തുണികളൊക്കെ ഒന്ന് സോപ്പ് പൊടിയിലിടാണ്. സോപ്പ് പൊടിയിലൊന്ന് ഇട്ട ശേഷം പിന്നെ നമുക്ക് നമ്മുടെ പൈസ കുട്ടിക്കുള്ള ചായയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് തിരുമ്പാച്ചിട്ടാണ്. കാരണം ആൾ മദ്രസ വിട്ടിട്ട് ഇപ്പോൾ വരും. അപ്പോൾ അതിന് ഇഡ്ഡലിയും ചട്നിയും ചായയും എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മദ്രസ വിട്ട് വന്നു കഴിഞ്ഞാൽ മൂപ്പര് തന്നെ എടുത്ത് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കയറി വരണ്ടല്ലോ. തിരുമ്പിടീൻ്റെ ഇടയിൽ ഇങ്ങനെ ഇടക്കിടക്ക് വീട്ടിൻ്റെ ഉള്ളിൽ കയറി വന്നു കഴിഞ്ഞാൽ തന്നെ പ്രാന്തായിരിക്കും, തിരുമ്പാൻ പിന്നെ മടിയായിരിക്കും. അങ്ങനെ ചോറൊക്കെ വെന്തു, അതൊക്കെ ഒന്ന് വാർത്ത് വെച്ചു. പിന്നെ നമ്മളെ വീടിൻ്റെ തൊട്ട് മുന്നത്തെ ഈ വീട്ടിലത്തെ കുട്ടി ഫൈസിൻ്റെ സ്കൂളിലാണ് പറഞ്ഞല്ലോ. അപ്പോൾ അവർ വണ്ടിയിൽ കൊണ്ടാക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ കാക്ക ലീവ് ഉണ്ടെങ്കിൽ അങ്ങനെ സ്കൂട്ടിയിൽ കൊണ്ടാക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഫൈസിനെയും കൂടി കൊണ്ടുപോയി. അതുകൊണ്ട് പിന്നെ ഞാനിപ്പോൾ കൊണ്ടാക്കാറും കൊണ്ടുവരലൊന്നും ഇല്ല കേട്ടോ, അവർ കൊണ്ടുവരും. നമ്മളെ വീട് അത്ര അടുത്താണല്ലോ, അപ്പോൾ പിന്നെ രണ്ടുപേരും പോകണ്ടല്ലോ. അപ്പോൾ മൂപ്പര് പണിക്ക് പോകാത്ത ദിവസമൊക്കെ മൂപ്പരാണ് കേട്ടോ കൊണ്ടുവരല്. അപ്പോൾ അങ്ങനെ ഫൈസിനെ അവരെ കൂടെ വിട്ടു. അപ്പം ഞാൻ പിന്നെ കുറച്ചുകൂടി ടൈം ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ പൈസ റെഡി ആകുമ്പോഴത്തേക്ക് പൈസൻ്റെ കൂടെ അങ്ങനെ റെഡിയായി പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ 10 മണിയാകുമ്പോഴത്തേക്ക് പൈസ പോയി കേട്ടോ. 10:15 ബസ് വരാം കേട്ടോ. പിന്നെ വണ്ടിയിലായതുകൊണ്ട് 10 മണി കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ഏകദേശം കുറച്ച് ടൈമുണ്ട്. ഒരു 11 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. മീനൊന്ന് വേഗം നന്നാക്കി എടുത്തു കേട്ടോ. മീൻ നന്നാക്കി വേഗം ഒന്ന് കുളിച്ചു. കുളിയൊക്കെ കഴിഞ്ഞ ശേഷം ഒരു തട്ടിക്കൂട്ടി മേക്കപ്പാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, മീനും കൂടി നന്നാക്കി വെച്ചു. കറി വെക്കാനുള്ള ഒരു ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ. കറിയൊക്കെ വെച്ച് വരുമ്പോഴത്തേക്ക് എന്തായാലും 12:30-1 മണിയാവും. പിന്നെ പോകാണ്ടിരിക്കാൻ നല്ലത്. അപ്പോഴത്തേക്കും എന്താ പറയുക, ഡോക്ടർ പിന്നെ ചോറ് കഴിക്കാൻ പോകുമ്പോൾ ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മീൻ നന്നാക്കി വെച്ചു കേട്ടോ. പക്ഷെ കുളി കഴിഞ്ഞിട്ട് മീനിൻ്റെ മണം നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് ശ്രദ്ധിച്ചില്ല, ഇത്രയും ക്രീമൊക്കെ വാരി പൊത്തിയിട്ടും എന്താ പറയുക, ബസ് സ്റ്റോപ്പിൽ ഇത്തിരി കൈ മണത്തോക്കി പണ്ട് ഭയങ്കര സ്മെല്ല് കിട്ടും മീനിൻ്റെ. മത്തി ആയതുകൊണ്ട് എന്താ അറിയില്ല. പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക് ഉണ്ടല്ലേ, വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര ബോറാണല്ലേ, പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അതായത് ഒരുപാട് ഇട്ടു എന്നൊന്നും അറിയൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഡാസ്ലറിൻ്റെ DL03 ആണ് കേട്ടോ ഷെയ്ഡ് വരുന്നത്. അപ്പോൾ അതാ കുറച്ച് കവളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇരിക്കട്ടെ വെറുതെ. പക്ഷെ ലിപ്സ്റ്റിക് ആണെന്നുണ്ടെങ്കിലും മേക്കപ്പ് ആണെന്നുണ്ടെങ്കിലും എത്ര ഇട്ട് കഴിഞ്ഞാലും ഒക്കെ പാടെ തുടച്ച് ക്ലീൻ ആക്കിയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയുള്ളൂ കേട്ടോ. അതൊരു വേറൊരു കാര്യം. അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. ലിപ്സ്റ്റിക്കൊക്കെ കുറേ ഇടും, പക്ഷെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്തോ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് പോയാലേ സമാധാനമുള്ളൂ. അങ്ങനെ റെഡിയായി. പിന്നെ എനിക്ക് മൂക്ക് കുത്താൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പക്ഷെ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ തൽക്കാലം ഒരു പാക്കറ്റ് പൊട്ട് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഈ അടുത്ത് പുറത്ത് പോയപ്പോൾ. അപ്പോൾ അതൊന്നും മൂക്കുത്തിയായിട്ട് വെച്ചു. മൂക്കുത്തി വെക്കുമ്പോൾ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, എന്നെ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മൂക്കൊക്കെ കുത്തി നമ്മളിതാ റെഡി ആയിട്ടാ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. പിന്നെ ബസ്സിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് തിരക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ക്ലിനിക്കിലെത്തി കേട്ടോ. അരിസ്റ്റോക്ടർ ക്ലിനിക്കാണ്. അങ്ങനെ അവിടെ പോയിട്ട് ബ്ലഡ് ഒന്നും കൂടി കൗണ്ട് നോക്കാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ ആളൊരു തരച്ചിലും ഉണ്ടായിരുന്നില്ല കേട്ടോ. സാധാരണ ചില കുട്ടികളൊക്കെ ഭയങ്കര കാറി പൊളിച്ചിട്ടുണ്ട് അവിടെ, പക്ഷേ ഇയാൾക്ക് അറിഞ്ഞൊന്നുമില്ല. കുത്തുന്നുള്ള ഒരു ഭാവം പോലും ഓളുടെ മുഖത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കൗണ്ട് കൂടുതലാണ്, അതുകൊണ്ടാണ് പനി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് കേട്ടോ ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ 3 ദിവസം കൂടി മരുന്ന് കൊടുത്തിട്ട്
ചുമ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റേ എന്താ പറയുക എക്സ്റേ എടുത്തിട്ട് വരാനാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഫാദുക്കുട്ടിക്ക് വിശക്കണോ പറഞ്ഞു. അപ്പോൾ അതാ ചായയും എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനൊരു കട്ട്ലേറ്റും അവളൊരു സമൂസയും വാങ്ങിച്ചു കൊടുത്തു. ചായ വേണം വെച്ചപ്പോൾ ചായ വേണ്ട പറഞ്ഞു. പിന്നെ തണുപ്പില്ലാത്തൊരു ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഇൻഷാ അല്ലാഹ്. ടാറ്റാ.